ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ തുറന്ന് സംസാരിച്ചേ പറ്റൂ. കേവലം ഒരു വാർത്ത കേട്ട് തള്ളുന്നത് പോലെ കേട്ടു തീർക്കാൻ കഴിയുന്ന ഒന്നല്ല ഇന്ന് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത്. നമ്മുടെ കണ്ണുകൾ നിറയ്ക്കുന്ന, നെഞ്ചകം പിളർത്തുന്ന കാഴ്ചകളാണ് അവിടെ നടക്കുന്നത്. ഈ നാടിൻ്റെ ഭാവിക്ക് വേണ്ടിയും വരാനിരിക്കുന്ന തലമുറയുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും തെരുവിൽ വീഴുന്ന ഓരോ തുള്ളി ചോരയുടെയും ആ കുഞ്ഞുങ്ങളുടെ ഉച്ചത്തിലുള്ള കരച്ചിലിൻ്റെയും ശബ്ദമാണ് ഇന്ന് ഡൽഹിയിലെ തെരുവുകളിൽ മുഴങ്ങുന്നത്. അധികാരം കയ്യിലുണ്ടെന്ന ഒറ്റ ധാർഷ്ട്യത്തിൽ സാധാരണക്കാരായ മനുഷ്യരെയും വിദ്യാർത്ഥികളെയും ചവിട്ടിമെതിക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരെ തെരുവിൽ പടരുന്ന ഒരു വലിയ ജനകീയ പ്രക്ഷോഭത്തിൻ്റെ നടുവിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, കഴിഞ്ഞ കുറച്ച് ദിവസമായി ഡൽഹിയിലെ തെരുവുകളിൽ എന്താണ് സംഭവിക്കുന്നത്? 16, 17, 18 വയസ്സുള്ള സ്കൂളുകളിലും കോളേജുകളിലും ഇരുന്ന് പഠിച്ച് വളരേണ്ട, നാളത്തെ ഇന്ത്യയെ നയിക്കേണ്ട നമ്മുടെ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കമുള്ള വിദ്യാർത്ഥികളാണ് ജന്തർ മന്ദറിലും പാർലമെന്റ് സ്ട്രീറ്റിലും തങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് വേണ്ടിയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും തെരുവിലിറങ്ങിയിരിക്കുന്നത്. എന്നാൽ സ്വന്തം നാട്ടിലെ കുട്ടികളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് ചെവി കൊടുക്കുന്നതിന് പകരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവരെ നേരിടാൻ നൽകിയ ഉത്തരവ് എന്താണ്? ആ സമരത്തെ അടിച്ചമർത്തുക, തകർത്ത് കളയുക എന്നൊക്കെയാണ്. പോലീസുകാരെയും സൈനികരെയും അല്ല അവരതിനായി അഴിച്ചുവിട്ടത്. മറിച്ച് കയ്യിൽ ലാത്തിയും കണ്ണീർ വാതകവും കൊടുത്തുകൊണ്ട് RSSന്റെയും സംഘപരിവാറിന്റെയും ക്രിമിനൽ ഗുണ്ടകളെയാണ് യൂണിഫോം നൽകി വിദ്യാർത്ഥികൾക്കിടയിലേക്ക് തുറന്നുവിട്ടത്. കണ്ണീർ വാതകത്തിന്റെ അതികഠിനമായ പുകയിൽ ശ്വാസം കിട്ടാതെ കണ്ണീർ വറ്റിയ മുഖവുമായി ഭയന്നോടി രക്ഷപ്പെടാൻ നോക്കുന്ന ആ കുഞ്ഞുങ്ങളെ RPF ഉദ്യോഗസ്ഥർ കാലുവെച്ച് നിലത്തേക്ക് ക്രൂരമായി വീഴ്ത്തുന്ന ഒരു കാഴ്ചയുണ്ട്. നെഞ്ച് തകരുന്ന കാഴ്ച. ചോരയൊലിക്കുന്ന തലയുമായി റോഡിൽ വീട് കിടക്കുന്ന തൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ കൈനീട്ടുന്ന ആ കുട്ടികളുടെ ചിത്രങ്ങൾ ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും നെഞ്ചിലാണ് വലിയൊരു മുറിവുണ്ടാക്കാത്തത്? ഹോസ്പിറ്റൽ കിടക്കയിൽ കിടന്നുകൊണ്ട് സോഷ്യൽ ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക് ഇത് രാജ്യത്തിൻ്റെ 2ാം സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് എന്ന് വിളിച്ചു പറഞ്ഞത് വെറുതെയല്ല. സ്വന്തം വസ്ത്രക്കീറുകൾ കൊണ്ട് ചോര തുടച്ച് അടിയടാ, എത്ര വേണമെങ്കിലും അടിച്ചു കൊല്ലടാ എന്ന് നെഞ്ച് വിരിച്ച് കാണിച്ച ആ വിദ്യാർത്ഥികളുടെ നട്ടെല്ലിന് മുന്നിലാണ് ഇന്ന് ഭരണകൂടത്തിൻ്റെ സിംഹാസനങ്ങൾ ഭയന്ന് വിറയ്ക്കുന്നത്. വിദ്യാർത്ഥികളുടെ ചോര വീണ ആ തെരുവുകളിലേക്ക് കൊട്ടാര സമാനമായ സുരക്ഷിതത്വത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു മനുഷ്യനുണ്ട്. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യം പ്രതിസന്ധിയിലായിരിക്കുമ്പോഴൊക്കെ എവിടെയാണ് രാഹുൽ ഗാന്ധി എന്ന് ദിവസവും പരിഹസിച്ച ഗോഡി മാധ്യമങ്ങളുടെയും വിമർശകരുടെയും മുൻപിലേക്ക് ഇന്റലിജൻസ് ഏജൻസികളെയും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തെയും പൂർണ്ണമായും ഞെട്ടിച്ചുകൊണ്ട് ഒരു മിന്നൽ പ്രക്ഷോഭത്തിലൂടെ അദ്ദേഹം കടന്നു വന്നു. ഓപ്പറേഷൻ രാഹുൽ എന്ന പക്കാ സർജിക്കൽ പ്രൊട്ടസ്റ്റ്. തുടക്കത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ലായിരുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ, മുഖ്യമന്ത്രിമാരെ, മന്ത്രിമാരെ ഒക്കെ പെട്ടെന്നാണ് ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്ന് VD സതീശൻ, കർണാടകയിൽ നിന്ന് TK ശിവകുമാർ തുടങ്ങി പല മുതിർന്ന നേതാക്കൾക്കും സന്ദേശം ചെന്നു. പക്ഷേ എന്തിനാണ് വിളിപ്പിക്കുന്നത്? ഒരു കൂടിക്കാഴ്ചയ്ക്കാണ്, ചർച്ചയ്ക്കാണ് എന്നൊക്കെയായിരുന്നു ആദ്യത്തെ അറിയിപ്പ്. അല്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലേക്ക് നേരിട്ട് സമരവുമായി ഇറങ്ങാൻ പോകുകയാണെന്ന ഒരു സൂചന പോലും ആർക്കും നൽകിയിരുന്നില്ല. ഇവിടെയാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ മാസ്റ്റർ പ്ലാൻ നമ്മൾ കാണേണ്ടത്. ഓപ്പറേഷൻ രാഹുൽ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. സാധാരണഗതിയിൽ ഡൽഹിയിൽ ഒരു ചെറിയ ചലനമുണ്ടായാൽ പോലും വാർത്ത ചോരുന്ന സാഹചര്യമുണ്ട്. ഇന്റലിജൻസ് ബ്യൂറോയും സുരക്ഷാ ഏജൻസികളും എപ്പോഴും നിരീക്ഷണത്തിലാണ്. എന്നാൽ ഈ നീക്കം അവസാന നിമിഷം വരെ അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ രാഹുലിന് കഴിഞ്ഞു. സ്വന്തം പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾക്ക് പോലും അവസാന നിമിഷം മാത്രമാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് സമരം നയിക്കാനാണ് പോകുന്നത് എന്ന കാര്യം വ്യക്തമാകുന്നത്. പക്ഷേ ഇതിനുശേഷം അവിടെ എന്താണ് സംഭവിച്ചത്? അധികാരം കയ്യിലുണ്ടെന്ന ധാർഷ്ട്യത്തോടെ ഭരണകൂടത്തിന്റെ അതിക്രൂരമായ അടിച്ചമർത്തലിനാണ് ഡൽഹി തെരുവുകൾ സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ തെരുവിലൂടെ വലിച്ചിഴയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു.
കൂടെ ഉണ്ടായിരുന്ന MP-മാർക്കും മറ്റ് ജനപ്രതിനിധികൾക്കും ക്രൂരമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു. പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ തുടങ്ങിയവർ ഈ ആക്രമണങ്ങളുടെ നടുവിലായിരുന്നു. സമരത്തിനിടയിൽ KC വേണുഗോപാൽ കുഴഞ്ഞു വീഴുന്ന അവസ്ഥ വരെ ഉണ്ടായി. പൗരന്മാർക്കും വിദ്യാർത്ഥികൾക്കും നേരെ ഭരണകൂടം കാണിക്കുന്ന അതേ ബ്രൂട്ടാലിറ്റിയാണ് ജനപ്രതിനിധികൾക്ക് നേരെയും ഡൽഹി പോലീസ് അഴിച്ചുവിട്ടത്. സത്യത്തിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ ഒരു അപ്രതീക്ഷിത സമരത്തിലേക്ക് കടക്കേണ്ടി വന്നത്? കഴിഞ്ഞ കുറച്ച് നാളുകളായി രാജ്യത്തെ യുവാക്കളും വിദ്യാർത്ഥികളും ജന്തർ മന്ദറിലും പാർലമെന്റ് സ്ട്രീറ്റിലും വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് അത് പൂർണ്ണമായും അവഗണിക്കുകയാണ് ചെയ്തത്. തെരുവിലിറങ്ങി പോരാടുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ജനങ്ങളുടെ വേദനയും രാജ്യത്തിന്റെ പ്രശ്നങ്ങളും ഭരണകൂടം കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ നിശബ്ദനായിരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. ഈ പ്രതിഷേധം സൃഷ്ടിച്ച ആഘാതം എത്രത്തോളമായിരുന്നു എന്ന് അറിയണമെങ്കിൽ തൊട്ടടുത്ത നിമിഷങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ നോക്കിയാൽ മതി. നരേന്ദ്രമോദിയുടെയും സംഘപരിവാർ ഭരണകൂടത്തിന്റെയും മുട്ടിടിച്ചു പോയ അവസ്ഥയായിരുന്നു അവിടെ. അത്രയും കാലം പ്രക്ഷോഭങ്ങളെ തിരിഞ്ഞു നോക്കാതിരുന്ന ഭരണകൂടം ഈ സമരം തുടങ്ങി നിമിഷങ്ങൾക്കകം തന്നെ കേന്ദ്രമന്ത്രിയെ ചർച്ചയ്ക്കായി അയച്ചു. പ്രതിഷേധക്കാരും ചർച്ച വേണമെന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുകൂടിയില്ലായിരുന്നു. എന്നാൽ പോലും പേടിച്ചരണ്ട ഭരണകൂടത്തിന് പെട്ടെന്ന് കേന്ദ്രമന്ത്രിയെ സമവായ ചർച്ചയ്ക്ക് നിയോഗിക്കേണ്ടി വന്നു. എന്നാൽ ഈ പ്രക്ഷോഭങ്ങൾക്കിടയിൽ നമ്മൾ കണ്ട നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തിൽ തുളച്ചു കയറിയ ഏറ്റവും പോരാട്ട വീര്യമുള്ള മറ്റൊരു രംഗമുണ്ട്. പാർലമെന്റിന്റെ പടിക്കെട്ടുകൾ ഇറങ്ങാൻ പോലും ശാരീരികമായി കഷ്ടപ്പെടുന്ന തെലങ്കാനയിൽ നിന്നുള്ള 71 വയസ്സുള്ള കോൺഗ്രസ് രാജ്യസഭാ MP രേണുക ചൗധരിയും ഇമ്രാൻ പ്രതാപ്ഗറിയും നടത്തിയ ആ പ്രതിഷേധം. രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ മുഖത്തു നോക്കി വിരൽ ചൂണ്ടി യൂസ്ലെസ് ഫെലോസ്, തെരുവുകളിൽ ചോര ചിന്തുന്ന കുഞ്ഞുങ്ങൾക്ക് നേരെ കണ്ണീർ വാതകമെറിയാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ഗർജിച്ച ആ 71കാരി തെളിയിച്ചത് എന്താണ്? 71 വയസ്സ് ശരീരത്തെ തളർത്തിയാലും സത്യത്തിനു വേണ്ടി പോരാടുന്ന മനുഷ്യന്റെ മനസ്സിനും നട്ടെല്ലിനും ഒരിക്കലും പ്രായമാകില്ല എന്ന് തന്നെയാണ്. മാപ്പ് എഴുതി കൊടുക്കലിനെ കുറിച്ച് പറയുമ്പോഴാണ് തൃണമൂൽ MP മഹുവ മൊയ്ത്രയുടെ കമന്റ് ഓർമ്മ വരുന്നത്. ബ്രിട്ടീഷുകാരുടെ കാല് നക്കി മാപ്പ് എഴുതി കൊടുത്ത പാരമ്പര്യമുള്ള സംഘപരിവാറിന് മാപ്പ് എഴുതാനേ അറിയൂ, അല്ലാതെ ഈ അതിക്രമങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം രാജിവെക്കാനുള്ള ആർജവമൊന്നുമില്ല എന്ന് പറഞ്ഞത് എത്രയോ ശരിയാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ആരാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടുപഠിക്കേണ്ട ഹീറോകൾ? സിനിമയിലെ ബിഗ് സ്ക്രീനിൽ മാത്രം മാസ് കാണിക്കുകയും ജനങ്ങൾ തെരുവിൽ ചോര ചിന്തുമ്പോൾ സ്വന്തം അവാർഡുകൾക്കും പണത്തിനും സ്വത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി നട്ടെല്ല് വളച്ച് വാമൂടി കെട്ടിയിരിക്കുകയും ചെയ്യുന്ന സിനിമാ സ്റ്റാറുകളാണോ? മറിച്ച് ബിഗ് സ്ക്രീനിൽ എപ്പോഴും വില്ലനായി അഭിനയിച്ചും യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾ ഈ കാണിക്കുന്ന ക്രൂരതയിലൂടെ സ്വന്തം തുണിയിരിഞ്ഞ് നിൽക്കുകയാണെന്ന് ഭരണകൂടത്തോട് നെഞ്ചുവിരിച്ച് വിളിച്ചു പറഞ്ഞ് വിദ്യാർത്ഥികൾക്കൊപ്പം തെരുവിലിറങ്ങുന്ന പ്രകാശ് രാജിനെ പോലെയുള്ള റിയൽ ഹീറോകളെയാണ് ഈ രാജ്യത്തിന് ആവശ്യം. അവാർഡിന് വേണ്ടി സ്വന്തം നിലപാട് പണയം വെക്കുന്നവനല്ല ഹീറോ, മറിച്ച് നീതിക്ക് വേണ്ടി ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുന്നവനാണ് റിയൽ ഹീറോ. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് കാര്യമില്ല. ഇന്ന് തെരുവിൽ ചോര വാർന്ന് വീഴുന്നത് ഏതോ അജ്ഞരായ കുട്ടികളുടേതല്ല, അത് നമ്മുടെ വീടുകളിൽ നിന്ന് പഠിക്കാൻ പോയ കുഞ്ഞുങ്ങളുടെ ചോരയാണ്. നാളെ നമ്മുടെ അനിയനോ അനുജത്തിയോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മക്കളോ നിൽക്കേണ്ടി വരുന്ന അതേ തെരുവിലാണ് ഇന്ന് ഭരണകൂടം ക്രൂരതയുടെ ലാത്തികൾ വീശുന്നത്. സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി കൈകോർത്ത് നിൽക്കുന്ന ആ വിദ്യാർത്ഥികളുടെയും അണ്ണാക്കിൽ വിരലിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ജനപ്രതിനിധികളുടെയും മണ്ണിൽ ചോരയൊഴുക്കുന്ന കർഷകരുടെയും കണ്ണീരിനു മുന്നിൽ ഭരണകൂടത്തിന്റെ ഒരു തോക്കിനും ഒരു ലാത്തിക്കും ഒരു കണ്ണീർ വാതകത്തിനും ജയിക്കാനാവില്ല. അധികാരത്തിന്റെ തണലിൽ സുഖിച്ച് സ്വാർത്ഥതയ്ക്കു വേണ്ടി സ്വന്തം നട്ടെല്ല് പണയം വെച്ച അഭിനവ ഹീറോകളെ ചരിത്രം അറപ്പോടെയല്ലാതെ ഓർക്കില്ല. എന്നാൽ ചോര ചിന്തിയിട്ടും നെഞ്ചു വിരിച്ചു നിന്ന് ഈ ഭരണകൂടത്തോട് ഇല്ല, ഞങ്ങൾ മുട്ടുമടക്കില്ല എന്നുറക്കെ വിളിച്ചു പറഞ്ഞ ആ പച്ച മനുഷ്യരുണ്ടല്ലോ, ആ കുഞ്ഞുങ്ങളും അവർക്കൊപ്പം നിന്ന പോരാളികളുമാണ് നാളത്തെ പ്രകാശമുള്ള ഇന്ത്യയുടെ യഥാർത്ഥ ശില്പികൾ. അടിച്ചമർത്തും തോറും കൊടുങ്കാറ്റായി പടരുന്ന ഈ പോരാട്ട വീര്യം അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതല്ല, മറിച്ച് മരിക്കാത്ത മനുഷ്യത്വത്തിൻ്റെയും നീതിയുടെയും അവസാനത്തെ പ്രതീക്ഷയാണ്. ഈ തീ അണയില്ല, അണയാൻ ഈ നാട് സമ്മതിക്കുകയുമില്ല.